ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പത്രം വായിച്ചപ്പോൾ കണ്ടതാ. കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. എന്താ ഓരോ ദിവസവും നടക്കുന്നത്. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? കേൾക്കുന്നവർക്ക് നല്ല രസമുണ്ടാവും. അനുഭവിക്കുന്നവരുടെ അവസ്ഥയോ? ഓരോ കുട്ടികളൊക്കെ ഓരോ ദിവസം എന്തൊക്കെയാ ഒപ്പിച്ചു വെക്കുന്നത്. അവരുടെ പേരൻസ് അവരെ വലിയ കാര്യത്തിൽ അവരെ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, പിന്നെ വലിയ വലിയ നിലയിൽ മക്കളെ എത്തിക്കണം എന്നും പറഞ്ഞ് പൊന്നെ പാലെ തേനെന്നും പറഞ്ഞ് വളർത്തി വലുതാക്കിക്കൊണ്ട് വരും. ഓരോരുത്തരും ഓരോ കൂട്ടുകെട്ടി ചെന്ന് വിടും. പോയില്ലേ അവരുടെ കാര്യം. ആരാന്റെ അമ്മയ്ക്ക് വട്ട് പിടിച്ചാൽ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞതുപോലെ നമുക്ക് മറ്റുള്ളവരുടെയൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ. പക്ഷെ അനുഭവിക്കുന്നവരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ആ പാരൻസിന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും. വലിയ വലിയ രീതിയിൽ പഠിച്ച് വലിയ ആളാകണമെന്നും പറഞ്ഞ് പാരൻസ് ഒക്കെ പഠിപ്പിക്കാൻ വിടുന്ന ആ മക്കളെ. പിള്ളേരുടെയൊക്കെ ഓരോ കാര്യമേ. ആ ഒരു കൂട്ടുകെട്ടി ചെന്ന് വിടുമ്പോൾ ആ മക്കളെങ്കിലും ചിന്തിക്കണ്ടേ നമുക്ക് പറ്റിയ കൂട്ടുകെട്ടല്ല എന്നുള്ളത്. ഒന്നുമല്ലെങ്കിലും നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയല്ലേ, നല്ല കൂട്ടുകാരായിട്ട് കമ്പനി കൂടണം. എന്തെല്ലാം നല്ല കാര്യങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഒരു തരത്തിൽ അവർക്കതൊന്ന് ചിന്തിച്ചുകൂടെ ഒരു നേരമെങ്കിലും. ഈയിടെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒരാളെ പിടിച്ചു 2 ദിവസം മുമ്പ്. 40-45 വയസ്സ്, 40-45 ഒരു 50 വയസ്സുള്ള ഒരു മധ്യവയസ്കനാ. അയാളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാളുടെ കയ്യിൽ നിന്നൊക്കെ കഞ്ചാവ് പിടിക്കുവാണെങ്കിൽ പിന്നെ ചെറിയ പിള്ളേരുടെ കാര്യം പറയണോ? ഞാൻ പറയുന്നത് എന്നാണെന്ന് വെച്ചാൽ ഇവന്മാരെയൊക്കെ പിടിക്കണം. പിടിച്ചിട്ടുണ്ടല്ലോ ശരിക്കും അവന്മാരെ അങ്ങോട്ട് ശരിയാക്കി വിടണം. ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവന്മാരെ. പിന്നെ ഉണ്ടല്ലോ അടുത്ത ഒരാൾ ഇത് ഉപയോഗിക്കാൻ പേടിക്കണം. ഇതിന് തക്ക ശിക്ഷ നിയമപാലകർ കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊന്നും ഒന്നും ആരും വിചാരിച്ചാൽ, പേരൻസ് പോലും വിചാരിച്ചാൽ ഇപ്പം ഒരു മക്കളെ നന്നായിട്ട് രീതിയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം നല്ല രീതിയിൽ പറഞ്ഞ് പുറത്തു വിടും. അവരുടെ കൂട്ടുകെട്ട് അവരെ വഴിതെറ്റിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിയമപാലകരൊന്ന് കണ്ണു തുറക്കുക. ഇത് ഉപയോഗിക്കുന്നവരെ വിൽക്കുന്നവരെ ഒക്കെ പിടിക്കുക. ശരിക്കും അങ്ങോട്ട് അരച്ച് കലക്കി അങ്ങ് കൊടുക്കുക. മേലാല് ഒരുത്തനും ഉണ്ടല്ലോ ഇത് ഉപയോഗിക്കാൻ പേടിക്കണം. ലോകത്തിന്റെ ഓരോ പോക്കൊക്കെ ഓരോ ദിവസവും പത്രത്തില് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് പേടിയാകുന്നു. ആർക്കും ഒരു ദയാന്ന് പറയുന്നില്ല. കഞ്ചാവിന് വേണ്ടി കുട്ടികൾ എന്ത് നെറുകേട് ചെയ്യാനും അവർ തയ്യാറായിട്ട് നിൽക്കുന്ന സമയമായിപ്പോൾ. നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഒരു പിള്ളേരൊരു തെറ്റ് കാണിച്ചാൽ അവരോട് നമുക്ക് ഇത് തെറ്റാ, ഇങ്ങനെ ചെയ്യരുതെന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പേടിയാ. നാളെ നമ്മളെ അവര് നോട്ടപ്പള്ളിയാക്കി വെച്ചിരിക്കുമായിരിക്കും. പിന്നെ നാളെ നമുക്കെന്താ വരുന്നതെന്ന് പേടിച്ചിട്ട് ആരും ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ പോകത്തില്ല. കാരണം ഇപ്പൊ വരുന്ന ഓരോ വാർത്തകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നോക്കി നിൽക്കുമ്പോഴായിരിക്കും ഒരുത്തൻ മറ്റവനിട്ട് തല്ലുന്നത്. കാലം പോയ പോക്കെ ഇങ്ങനെയൊക്കെയാണോ വേണ്ടത്? ജനങ്ങളെല്ലാം ഇറങ്ങി പ്രവർത്തിക്കണം ഇതിനെതിരായിട്ട്. പിടിക്കുന്നവരെ ശരിയാക്കി അങ്ങ് വിടുക. മേലാൽ ഒരുത്തനും ഇതിന്റെ പുറകെ പോകാൻ പാടില്ല. എനിക്ക് ഈ വാർത്ത കണ്ടപ്പോൾ ഒന്ന് പറയണം തോന്നി ഇതിനെതിരായിട്ട്. അത്രേ ഉള്ളൂ.